MGM റേഡിയോ ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ സന സജീർ, ഇലവണയിൽ പഠിക്കുന്നു. ഇന്നത്തെ വിഷയം ഇന്ത്യ ബഡ്ജറ്റ് 2024. ഏഴാം വട്ടം ചരിത്രത്തിനൊപ്പം നിർമ്മല സീതാരാമൻ മറികടന്നത് മൊറാർജി ദേശായിയുടെ റെക്കോർഡ്. ചൊവ്വാഴ്ച അവതരിപ്പിച്ചത് 85 മിനിറ്റ് നീണ്ട ബജറ്റ് പ്രസംഗം. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കാൻ നിർമ്മല സീതാരാമൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ 7 കേന്ദ്ര ബജറ്റുകളാണ് അവർ അവതരിപ്പിച്ചത്. തുടർച്ചയായ 6 ബഡ്ജറ്റ് അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് മറികടന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണ റെക്കോർഡും നിർമ്മലയുടെ പേരിലാണ്. 2020-21 സാമ്പത്തിക വർഷം അവതരിപ്പിച്ച ബജറ്റാണ് ഈ റെക്കോർഡിനാധാരം. അന്ന് 162 മിനിറ്റാണ് ബജറ്റ് പ്രസംഗം നീണ്ടത്. എന്നാൽ ചൊവ്വാഴ്ച ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം 85 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ മധുരം കഴിച്ചാണ് നിർമ്മല ചൊവ്വാഴ്ച പാർലമെന്റിലെത്തിയത്. തുടർന്ന് പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം ബജറ്റ് പാസാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റിന് സമ്മിശ്ര സ്വഭാവമാണുള്ളത്. കൃഷി, തൊഴിൽ നൈപുണ്യ വികസനം, മാനവ വിഭവശേഷി, സാമൂഹിക നീതിയും ഉൽപാദനവും സേവനവും, നഗരവികസനം, ഊർജ സുരക്ഷ, അടിസ്ഥാന സൗകര്യം, ഗവേഷണ വികസനം, വരും തലമുറ പരിഷ്കാരങ്ങൾ എന്നിങ്ങനെ 9 മുൻഗണനാ മേഖലകളിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, MGNREGS, ആരോഗ്യ മേഖല എന്നിവയ്ക്കുള്ള വിഹിതം മുൻവർഷത്തേക്കാൾ കൂടിയിട്ടുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് 5 പദ്ധതികളിലായി 4 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപനമുണ്ട്. ഏറ്റവും മികച്ച 500 കമ്പനികളിലായി 5 വർഷം കൊണ്ട് 1 കോടി ചെറുപ്പക്കാർക്ക് ഇന്റേൺഷിപ്പ് ഒരുക്കുന്നതാണ് ഒരു പദ്ധതി. സർക്കാരിന്റെ ഭാഗിക സഹായത്തോടെയാണെങ്കിൽ പോലും ഇത്രയധികം തൊഴിലവസരങ്ങൾ ഒരുക്കാൻ സ്വകാര്യ മേഖല സന്നദ്ധമാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്കുള്ള ഇൻസെന്റീവുകളും, സ്ത്രീകൾക്കുള്ള തൊഴിലവസരങ്ങൾ, നൈപുണ്യ വികസന പദ്ധതി എന്നിവയൊക്കെയാണ് തൊഴിൽ മേഖലയിലെ മറ്റു പ്രഖ്യാപനങ്ങൾ. മുദ്രവായ്പയുടെ പരിധി ഉയർത്തിയത് സൂക്ഷ്മ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കുറച്ചത് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സ്വർണ്ണവില കുറയാൻ ഇടയാകും. മെഡിക്കൽ ഉപകരണങ്ങൾ, ക്യാൻസർ രോഗികൾക്കുള്ള ഏതാനും മരുന്നുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയുടെ തീരുവ കുറച്ചിട്ടുണ്ട്. ഓഹരി, മ്യൂച്വൽ ഫണ്ട്, കടപ്പത്രം പോലുള്ള ആസ്തികളിൽ നിക്ഷേപിച്ച് ലഭിക്കുന്ന മൂലധന നേട്ടങ്ങൾക്കുള്ള നികുതി വർദ്ധിപ്പിച്ചത് സമ്പാദ്യശീലത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിന്റെ വരുമാനം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രധാന പരിഷ്കാരങ്ങൾ: കൃഷി മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി, വളം സബ്സിഡി കുറച്ചു. സ്റ്റാർട്ടപ്പിലെ നിക്ഷേപത്തിന് ചുമത്തിയിരുന്ന ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കി. സ്വർണം, വെള്ളി ഇവയുടെ ഇറക്കുമതി തീരുവ 6% കുറച്ചു. അതിനാൽ സ്വർണത്തിന് വില കുറഞ്ഞു തുടങ്ങി. പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് 11.5 കോടി, ഹൈവേ വികസനത്തിന് 26,000 കോടി, ആന്ധ്രയ്ക്ക് നഗരവികസനത്തിന് 15,000 കോടി വിദേശ സഹായം. വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 5% കുറച്ചു, ഇനി 35%. സ്ത്രീകളുടെ പേരിൽ വാങ്ങുന്ന ഭൂമിക്ക് കുറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇന്ത്യയിൽ പഠിക്കാൻ 10 ലക്ഷം വരെയുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് പ്രത്യേക സഹായം. തൊഴിലുറപ്പ് പദ്ധതിക്ക് 86,000 കോടി. ഇനി വില കുറയുന്നവ: സ്വർണം, വെള്ളി, പ്ലാറ്റിനം, മൊബൈൽ, ചാർജറുകൾ, അർബുദ മരുന്നുകൾ, എക്സ്റേ യന്ത്രങ്ങൾ, സോളാർ പാനലുകൾ, മീൻ, ലെതർ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, ഗ്രാഫൈറ്റ്. ഇനി വില കൂടുന്നവ: ഇറക്കുമതി ചെയ്ത ടെലികോം ഉപകരണങ്ങൾ, PVC, ഫ്ലെക്സ് ബാനർ, അമോണിയം നൈട്രേറ്റ്. റെയിൽവേക്ക് 2.62 ലക്ഷം കോടി,
പ്രതിരോധത്തിന് 6.21 ലക്ഷം കോടി. 5 വർഷം കൊണ്ട് 500 മുൻനിര കമ്പനികളിലൂടെ 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് വഴി തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കും. CSR ഫണ്ട് ഇതിന് ഉപയോഗിക്കാം. പ്രതിമാസം 5000 രൂപ നൽകും. ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ എന്തെല്ലാം നടപ്പിലാക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.